രാവിലെ എണീച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പാറിക്കോണുണ്ട്. ഇത് മിഞ്ഞാന്നോട്ട് തുടങ്ങിയ മഴ എന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ നിന്നിട്ട് കണ്ടിട്ടാ. നിങ്ങളാടേലും ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇവിടെ പിന്നെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് പിള്ളേർക്കൊന്നും സ്കൂളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ പിള്ളേന്മാരെല്ലാം വരുമ്പത്തേ കൂടി നടന്നിട്ട് സ്കൂളിൽ പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ടി വിയിൽ പാട്ടും വെച്ചിട്ടിരുന്നു. അപ്പം വിചാരിച്ചു വീട് മുഴുവനൊന്ന് ക്ലീൻ ആക്കാമെന്ന്. മടി പിടിക്കുന്നതിന് മുമ്പേ വേഗം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ടി വിയിൽ പാട്ടും ഇട്ടിട്ട് പൊടിയെല്ലാം തട്ടിക്കളയാൻ തുടങ്ങി. വലിയ പൊടിയൊന്നും ഉണ്ടായിട്ട് അതുകൊണ്ട് പണി കുറച്ച് എളുപ്പമായിരുന്നു. പുറത്ത് മഴക്കൊരു കുറവുമില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് ഇതേപോലെ മഴ പെയ്യുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ തന്നെ മടിയാവുന്നു. അപ്പം പിന്നെ ഇതന്നെയല്ലേ നല്ലത്, ഉള്ളിൽ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കാം. ആരോ 2-3 ആൾ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിനി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതെല്ലാം വന്നിട്ടാ. ഇപ്പം ഞാൻ വർക്കിനൊന്നും പോകുന്നില്ല. ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടായേ. അതിനെക്കുറിച്ച് ഏതായാലും ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ ടി വി സ്റ്റാൻഡിൻ്റെ ആടെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. ആടെ എന്തെങ്കിലും വേണ്ടാത്ത പേപ്പറെല്ലാം കുറേ ഉണ്ടായിന്. ചാടിയെന്ന് പറഞ്ഞാൽ കളഞ്ഞു എന്നിട്ടാ. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിയുന്നത്ര എൻ്റെ ഭാഷ മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നാലും എവിടെയെല്ലാം നമ്മളതായിട്ടുള്ളൊരു ഇത് വരുമല്ലോ. എല്ലാം എടുത്ത് മാറ്റി എല്ലാം ഒന്നും കൂടി തുടച്ചിട്ട് അവിടെ എടുത്ത് വെക്കണം. അതിൽ വേണ്ടാത്ത കുറേ പേപ്പർ ഉണ്ടായിന്, അതെല്ലാം ഞാൻ കളഞ്ഞു. എല്ലാം ആദ്യമേ എടുത്ത് തുടച്ച് അതേപോലെ തന്നെ അവിടെ വെച്ചു. ഈ പാട്ട് വെച്ചിട്ട് പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വേഗം മടിയാവും. ഞാൻ അവിടെ മതിയാക്കിയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എഴുന്നല്ലോ ഒരു മണി പ്ലാന്റും സംഘടിപ്പിച്ചിട്ട് ഈ ഫ്രെയിം ഇട വെച്ചു. നല്ല ഉണ്ടല്ലേ. ഇതെല്ലാം ഉണ്ണി എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഓൻ ഇങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ ഓരോരോ ഫോട്ടോ എടുത്ത് വെക്കും. അതിനെല്ലാം കുറച്ച് പൊടിയും ഇതെല്ലാം പിടിച്ചിട്ടുണ്ടായി. ഞാൻ അതെല്ലാം കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചു. അതിലേതെങ്കിലും ഒന്ന് താഴെ വീണാൽ ഓനെന്നെ കൊല്ലും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ജനലിൻ്റെ സൈഡിലെല്ലാം കുറച്ച് പൊടി ഉണ്ടായിന്, അതെല്ലാം ഒന്ന് കളഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാൻ തുടങ്ങി. തുടക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. എല്ലാം വൃത്തിയായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴയെല്ലാം പെയ്യുമ്പോൾ ഇവിടെ എത്ര തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ. കണ്ടത്തിൻ്റെ സൈഡാണ്ട് എപ്പോഴും ഇവിടെ ഒരു തണുപ്പായിരിക്കും നിലത്തെല്ലാം. പണ്ടുണ്ടല്ലോ മഴക്കാലത്ത് തവളയെല്ലാം വരുമായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ ഇപ്പായിട്ട് മഴയത്ത് തവളയൊന്നും ഉള്ളിലേക്കും വളപ്പിലേക്ക് തന്നെ കാണാനില്ല. കണ്ടത്തിൻ്റെ സൈഡ് തന്നെ നമ്മൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് കണ്ടാലായി. പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒന്നാമത് മഴക്കാലത്ത് സ്കൂൾ കുറവായിരിക്കും. സ്കൂളുണ്ട് എന്നല്ലാതെ സ്കൂളിൽ പോകേണ്ടി വരില്ല. അപ്പം നമ്മൾ പിള്ളേരെ സെറ്റെല്ലാം ഒന്നിച്ചിറങ്ങും കേട്ടോ മീൻ പിടിക്കാൻ എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ മീൻ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയൊന്നും ചെയ്യില്ല. കറി വെക്കാൻ പറ്റിയ മീനൊന്നുമല്ല, ചെറിയ പൊടി മീൻ. അതിനെ പിടിച്ചിട്ട് കുപ്പിയിലെല്ലാം ഇട്ട് കളിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും കാണാനേ ഇല്ല. മീനുണ്ട് ചെറുതെല്ലാം, തവള, ഞണ്ട്, അതൊന്നും കാണാനേ ഇല്ല. പണ്ട് ഈ കണ്ട ഉഴുതു മറിക്കുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ വലിയ ആമേനെല്ലാം കിട്ടും. അപ്പം ഈ കണ്ടത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾ നമുക്ക് ഈ ആമേനെല്ലാം പിടിച്ചു തരും. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല. നമ്മളിവിടെ ഒന്നും ഇല്ലേ ഇല്ലയെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പിള്ളേർക്കെല്ലാം സ്കൂളിൽ പോകാനാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിലുണ്ടായാലും മഴയത്ത് കളിക്കാനൊന്നും സമ്മതിക്കൂലല്ലോ. അങ്ങനെ ഞാൻ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു പടിഞ്ഞാറ്റും കൂടെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. പടിഞ്ഞാറ്റയിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. കർക്കിടകം 1-ൻ്റെ അന്ന് എല്ലാം വൃത്തിയാക്കിയതായിരുന്നു. എന്നാലും ഞാനൊന്ന് തുടച്ചു. കർക്കിടകം 18 കഴിഞ്ഞാൽ നമ്മളിവിടെയെല്ലാം കർക്കിടക തെയ്യം വരും കേട്ടോ. അതെല്ലാം വേറെ തന്നെ ഒരു രസമാണെന്നല്ലേ. എന്തായാലും ഞാൻ അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓൺ വോയിസ് വീഡിയോ എല്ലാം എടുക്കാൻ ഒരു നാണക്കേടാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഇടാനെല്ലാം. പണ്ട് തൊട്ടേ ഞാൻ ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് ടിക്ടോക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ആ ടിക്ടോക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് റീലെല്ലാം ഇട്ടുകൊണ്ടായിന്. ഇൻസ്റ്റയിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വർക്കിനെല്ലാം പോകുന്ന സമയത്ത് മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടലുണ്ടായിട്ടാണ്. ഇപ്പം ആദ്യമേ വിചാരിച്ച് എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് തുടരാൻ പറ്റുള്ളൂ. വീഡിയോക്ക് വ്യൂസ് എല്ലാം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ പറഞ്ഞാൽ ഇന്നലെ എന്നോട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടായിട്ടാകുമ്പോൾ ആരോ ചോദിച്ചു 2 ആൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്ന്. ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും കാണിക്കാനുണ്ടാവില്ല. അതാണ് ഞാൻ പിന്നെ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. വീട് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ആയിട്ടാകുമ്പോൾ ഉള്ളൊരു വിഷ്വലാണ് കേട്ടോ ഇത്. ഞാൻ വെറുതെ ഒന്ന് എടുത്ത് വെച്ചൂന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.